മുസ്ലിങ്ങളായ ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളാണ്, ഖുർആനും ഹദീസൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ്, നമസ്കരിക്കുന്നവരാണ്. പക്ഷെ നമുക്കറിയോ നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്ക് പറയാൻ കഴിയില്ല. ഹാബിമാരിൽ അൽ അഷറത്തുൽ മുബശ്ശരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത വാർക്കപ്പെട്ട 10 പേർന്നാണ്. അപ്പോൾ ബാക്കിയുള്ള സഹായമാർക്ക് നരകത്തിലാണെന്ന് അതിൻ്റെ അർത്ഥം അല്ല. 100 ആളെ കൊന്നിട്ട് പശ്ചാത്തപിച്ചതിന് ശേഷം അയാളെ ചെയ്ത തെറ്റിലൊക്കെ ഖേദിച്ച് മടങ്ങി പശ്ചാത്താപിച്ച് ഇനി ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ആ ഖേദപ്രകടിപ്പിച്ചു അവസാനം അദ്ദേഹത്തിന് സ്വർഗം ലഭിച്ചവരുണ്ട്. ഈ അടുത്ത കാലത്ത് ഉണ്ടായൊരു വിവാദമാണ് മഹാത്മാഗാന്ധി സ്വർഗത്തിൽ കടക്കുമോ എന്നൊക്കെ ഒരു ചോദ്യം. കാരണം ആ ചോദ്യത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയ അർത്ഥത്തിൽ രാജ്യത്തിനും ലോകത്തിനൊക്കെ സേവനം ചെയ്ത ഒട്ടേറെ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവർ സ്വർഗത്തിൽ കിടക്കുമോ, അവർ മുസ്ലിങ്ങളെ സ്വർഗത്തിൽ കിടക്കുള്ളൂ, അപ്പോൾ ഇവരുടെ സേവനം എവിടെ എത്തും? ഇങ്ങനെ ഒരർത്ഥത്തിൽ മുസ്ലിങ്ങളെ കൊടുക്കാൻ കൂടിയൊക്കെയുള്ള അർത്ഥത്തിൽ ഉദ്ദേശിച്ചുള്ള ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളുള്ള ഇസ്ലാമിൻ്റെ ഒരു നിലപാട് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എൻ്റെ കാര്യം തന്നെ എനിക്കറിയില്ല, മാ അതിരി മാ യുഫഅലു ബി. ഇത് പറയാനൊരു പശ്ചാത്തലമുണ്ട്. അതായത് ഉസ്മാൻ ബിൻ മദൂൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹനീ അൻ ലഹു യാ അബസ്സായിദോ അങ്ങനെന്തോ പറഞ്ഞിട്ട് ഒരു അനുഗ്രഹത്തിൻ്റെ അത് അക്രമക്കല്ലാന്നോ അങ്ങനെന്തോ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സ്വർഗം ഉറപ്പാകുന്ന രൂപത്തിലുള്ള ഉറപ്പായെന്ന മട്ടിലുള്ള എന്തോ ഒരു സംസാരം ഭാര്യ നടത്തി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമായുദിരീക്കി, നിനക്കെങ്ങനെ മനസ്സിലായി? എന്നിട്ട് വരാന നബിയുള്ള, ഞാൻ അള്ളാൻ്റെ പ്രവാചകനാണ്, മാ അതിരി മാ യുഫഅലു ബി, എനിക്ക് ഭാവിയിൽ ഞാനെന്താകുക എനിക്കെന്താണ് എന്നുള്ള പോലും എനിക്കറിയാം. ഇതൊരു പ്രവാചകനാണ് പറയുന്നത്. അങ്ങനത്തെ സമയത്താണ് ഇവിടെ ഓരോരുത്തർ ഇവൻ സ്വർഗത്തിലാണ് ഇവൻ നരകത്തിലാണ് ഇങ്ങനെ പറയാം. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് സ്വർഗമുണ്ട്, ഇന്ന ദുഷ്കൃത്യങ്ങളൊക്കെ ചെയ്തവർക്ക് നരകമാണ്, കൊള്ള കൊല ഇങ്ങനെ തുടങ്ങി കുറേ അനാഥയെ ആക്രമിക്കുക, പിന്നെ ഇങ്ങനെ കുറേ കുറ്റകൃത്യങ്ങളുണ്ടല്ലോ. എല്ലാവരും ദുഷ്കൃത്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആനും ഒക്കെ വളരെ വ്യക്തമായിട്ട് തിന്മകളാണ്. ആ തിന്മകളിൽ അഭിരമിക്കുന്ന അതിൽ ആമഗ്നരായിട്ടുള്ള ആളുകൾ ആ തിന്മയിൽ നിന്ന് പിൻവാങ്ങി പശ്ചാത്തപിക്കാത്തടത്തോളം അവർ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറയാം. അതേസമയം ഒരാളെ കാണിച്ച് നീ നരകത്തിലാണ് നീ സ്വർഗത്തിലാണ് എന്ന് പറയാൻ നിർവാഹമില്ല. മുസ്ലിങ്ങളായ ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളാണ്, ഖുർആനും ഹദീസൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ്, നമസ്കരിക്കുന്നവരാണ്. പക്ഷെ നമുക്കറിയോ നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ പറയണമെങ്കിൽ ഇന്ന ആൾ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹു പറയണം, അറിയിച്ചു തരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരണം. അതുകൊണ്ടാണ് നോക്കൂ, ലക്ഷക്കണക്കിന് സഹാബിമാരിൽ അൽ അഷറത്തുൽ മുബശ്ശരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത വാർക്കപ്പെട്ട 10 പേർന്നാണ്. അപ്പോൾ ബാക്കിയുള്ള സഹായമാർക്ക് നരകത്തിലാണെന്ന് അതിൻ്റെ അർത്ഥം അല്ല. പക്ഷേ ഇവർ ഉറപ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അറിയിച്ചുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർന്ന്. പിന്നെ ഗാന്ധിജി, മദർ തെരേസ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമുക്കാരും ഇവർ നരകത്തിലാണെന്ന് വിധിക്കാനോ. അള്ളാഹുവിൻ്റെതാണ് സ്വർഗവും നരകവും. അള്ളാഹു തീരുമാനിക്കുന്ന കാര്യമാണ് ആരെ നരകത്തിലിടണം ആരെ സ്വർഗത്തിലാക്കണം. ഒരൊറ്റ സുജൂദ് പോലും ചെയ്യാത്ത ഒരാൾ സ്വർഗത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 100 ആളെ കൊന്നിട്ട് പശ്ചാത്തപിച്ചതിന് ശേഷം അയാളെ ചെയ്ത തെറ്റിലൊക്കെ ഖേദിച്ച് മടങ്ങി പശ്ചാത്താപിച്ച് ഇനി ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ആ ഖേദപ്രകടിപ്പിച്ചു അവസാനം അദ്ദേഹത്തിന് സ്വർഗം ലഭിച്ചവരുണ്ട്. ഇങ്ങനെ അതൊക്കെ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നതാണ്. മുസ്ലിം കർമ്മങ്ങൾ മാത്രം നോക്കിയിട്ടും വിലയിരുത്താൻ പറ്റൂല. അപ്പോൾ പരലോകത്തെത്തിയിട്ട് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന 4 വിഭാഗം ആളുകളെ പറ്റി ഹദീസിൽ കാണാം. അതിലൊരു വിഭാഗം അതിഭയങ്കരമായ മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരോട് വിചാരണ സമയത്ത് ചോദിക്കുകയാണ്, നീ എന്തിനാ ഖുർആൻ പാരായണം ചെയ്തത്? അപ്പോൾ ഖുർആനല്ലേ, ദൈവിക വചനമല്ലേ, അപ്പോൾ നീ നീ കളവാ പറഞ്ഞത്, നീ ഭയങ്കര ഓത്തുകാരനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടി ലോകമാന്യത്തിനാ ചെയ്തത്. നീ പോട്ടെ നരകത്തിൽ. വലിയ സമ്പത്ത് ദാനധർമ്മം ചെയ്ത ആളെ കൊണ്ടുവരും. അയാൾ പറയും നിൻ്റെ മാർഗത്തിലാണ് ഞാൻ ദാനം ചെയ്തത്. അപ്പം അള്ളാഹു പറയും നീ പറഞ്ഞ കളവാണ്. നീ ആളുകളൊക്കെ നിന്നെപ്പറ്റി നീ ഒരു ഭയങ്കര ഉദാരനാണ് എന്ന് പറയാൻ വേണ്ടി കീർത്തിക്ക് വേണ്ടിയിട്ട് പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ് നീ ചെയ്തത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. അവനും അങ്ങനെ തന്നെ. എന്തിനധികം ദൈവിക മാർഗത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയായ ഒരുത്തൻ, അതിനേക്കാളും വലിയൊരു ത്യാഗം ജീവൻ പണയം കൊടുക്ക ത്യജിച്ച അതിനേക്കാളും വലിയൊരു ഇത് വേറെ ആരും ചെയ്തിട്ടില്ലല്ലോ.
അദ്ദേഹത്തോട് അള്ളാഹു കദബ്ത വലാക്കിൻ ഖാതൽത ലി യുഖാല അന്നക ശുജാ, നീയൊരു ധീരനാണ്, ധീരവീര ശൂര പരാക്രമിയാണ് എന്ന് ലോകം മുഴുവൻ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ അത് ചെയ്തത്, അല്ലാതെ ആത്മാർത്ഥമായിട്ട് ചെയ്തതല്ല. അവനും നരകത്തിലാണ്. എന്ന് വെച്ചാൽ കർമ്മങ്ങളല്ല, ആ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ചേതോവികാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇസ്ലാമികമായിട്ട് ഇന്ന ആൾ നരകത്തിലാണ് ഇന്ന ആൾ സ്വർഗത്തിലാണ് എന്ന് വിധിക്കാനോ വിധി കൽപ്പിക്കാനോ നമ്മളാളല്ല. നമുക്കാകെ പറയാൻ പറ്റുക സ്വർഗപ്രവേശനത്തിന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വിശ്വാസവും അതിനനുസരിച്ചുള്ള സൽക്കർമ്മവുമാണ് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസമില്ലാത്ത സൽക്കർമ്മത്തിന് ഫലമില്ല, കേവലം സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാണ്ട് കേവല വിശ്വാസം കൊണ്ടും ഫലമില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് പലരും ഇങ്ങനെ അതും ഇതുമൊക്കെ വിളിച്ച് പറയുന്നത്. ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ സമീപനം വളരെ കൃത്യമാണ്. ഇനി ഈ വിഷയ സംബന്ധമായിട്ട് പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ടാകുന്ന പ്രയോഗങ്ങളൊക്കെ പലരും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിനൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിത്തറ ഇല്ല എന്ന് ഉറപ്പാണ്.